ഇപ്പോൾ നമ്മുടെ കരുതൽ എന്ന സിനിമ ഇങ്ങനെ റിലീസിനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സിനിമയെ പറ്റിയും ഇവിടുത്തെ ഇപ്പോൾ ചേട്ടൻ ചെയ്തതെന്നും ഇപ്പോൾ നിങ്ങളും ഒരു ഭാഗമായിട്ടുണ്ട് ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ പറയാമല്ലോ. ഓക്കെ, എൻ്റെ പേര് ജോമി ജോസ്, ഞാൻ സിനിമയുടെ ഡയറക്ടറാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ കരുതൽ, ആ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കെയർ. അതായത് നമ്മളൊക്കെ ഏതൊരു ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ബേസിക് എന്ന് പറയുന്ന കരുതലാണ്. അതിപ്പോൾ ഒരു പേരൻസ് മക്കൾ ബന്ധമാണെങ്കിലും, കൂടാതെ ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, പിന്നെ കാമുകി കാമുകന്മാർ, സഹോദരങ്ങൾ, ആ എല്ലാ ബന്ധങ്ങളിലും ബേസിക്കായിട്ട് കരുതലാണ് വേണ്ടത്. അതാണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഒരു ബന്ധം നിലനിൽക്കില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു ജെന്യൂനിറ്റി ഇല്ല. അപ്പം അതെല്ലാം അങ്ങോട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ ഈവൻസ് ആണ്. കുറച്ച് നടന്ന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ കരുതൽ എന്ന് പറയുന്നത്. നമ്മുടെ സുനിൽ ചേട്ടനും ഇതിന്റെ ഒരു ഭാഗമാണ്. ചേട്ടൻ എങ്ങനെയാണ്, ഏത് കഥാപാത്രത്തിലാണ് നമ്മളൊക്കെ? ഞാൻ ഈ കരുതൽ സിനിമ ജോമി പറഞ്ഞ പോലെ ഇത് വളരെ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത്. ഇത് എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ട്, അപ്പോൾ ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിൽ ഉണ്ടായ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് അതന്നെ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനിയും ഭാവിയിലൊക്കെ അത് കാരണം ഇപ്പോൾ ഒരുപാട് പേരൻസ് മക്കളൊക്കെ വിദേശത്തും പുറത്തൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ദുഃഖമുണ്ട്. അതേപോലെ തന്നെ വേറൊരു അപകടമായ ഒരവസ്ഥയുണ്ട്. ഇതൊക്കെയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഈ സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ വളരെ എന്താ പറയുക, ഒരു മെസ്സേജൊക്കെ ചെയ്യുന്ന ഒരു സിനിമ തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത് ജോമി കഥ പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രം വളരെ രസികനായിട്ടുള്ള നായികയുടെ അച്ഛനാണ് പ്രഹ്ലാദൻ നമ്പൂതിരി. കുറച്ച് കവിതയും കുറച്ച് സാഹിത്യവും കുറച്ച് ഒരുപാട് മടിയൊക്കെ ഉള്ള ഒരാൾ, നല്ല രസമുള്ളൊരു കഥാപാത്രമാണ്. പക്ഷേ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ചെയ്തൊരു സിനിമയാണ്.